ഇന്നൊരു നൈറ്റിയാണ് തയ്ക്കാൻ പോകുന്നത്. കോട്ടൺ മെറ്റീരിയലാണ്, നൈറ്റി ബിറ്റാണ്. 2.25 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റാണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് നീളത്തിൽ 4ആയിട്ട് മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫുൾ ലെങ്ത്ത് 48 ഇഞ്ചാണ്, ബസ്റ്റ് 34 ഇഞ്ചാണ്, ഷോൾഡർ 6 ഇഞ്ചാണ് എടുക്കുന്നത്, അതുപോലെ ആം ഹോള് 6 ഇഞ്ചാണ് എടുക്കുന്നത്. ബസ്റ്റ് 8.5 ഇഞ്ചിൻ്റെ ഒപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് 9.5 ഇഞ്ചാണ് ബസ്റ്റ് എടുക്കുന്നത്. വേസ്റ്റ് വരുന്നത് 32 ആണ്. 32ൻ്റെ 4/1 8, 8ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ടാണ് എടുക്കുന്നത്. ഹിപ്പ് വരുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ 18, 18ൻ്റെ പകുതി 9, 4/1 എന്ന് പറയുമ്പോൾ 9 ഇഞ്ച്, 9 + 1 ആയിട്ടാണ് 10 ഇഞ്ചാണ് ഹിപ്പ് എടുക്കുന്നത്. ആം ഹോൾ സ്കെയിൽ ഉണ്ടെങ്കിൽ ആം ഹോൾ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് കർവ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു യുവിൻ്റെ ഒരു ഹാഫ് ഭാഗം പോലെ ഒന്നങ്ങോട്ട് ഷേപ്പ് ചെയ്താൽ മതിയാവും. ഇനി സൈഡ് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്കും ഹിപ്പിലേക്കും നമ്മൾ വരച്ചിരിക്കുന്ന ആ പോയിൻ്റ് അനുസരിച്ച് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഷേപ്പ് സ്കെയിലുള്ള ആൾക്കാരാണെങ്കിൽ ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഹിപ്പിൽ നിന്ന് താഴേക്ക് ലെങ്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സൈഡ് വരച്ചു കൊടുക്കാം. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കുന്നതാണ് നല്ലത്. ഒരു 2 ഇഞ്ച് മേളിലേക്ക് നമ്മൾ ലെങ്ത്ത് വരച്ചേക്കണതിൻ്റെ മേളിലേക്ക് ഒരു 2 ഇഞ്ച് കയറ്റി സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ആ 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കർവ് പോലെ സൈഡിൽ വെച്ച് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ എല്ലാം തയ്ച്ച് കഴിയുമ്പോൾ നൈറ്റിയുടെ സൈഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴെ ഭാഗം ഒരു 2 ഇഞ്ചോളം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നത്. ഇനി ആ താഴ്ഭാഗം ഞാൻ വെട്ടി മാറ്റുകയാണ്. എന്നാൽ എനിക്ക് തുണി കുറച്ച് താഴേക്ക് നീക്കിയിട്ടിട്ട് വേണം എനിക്ക് മേളിലും സൈഡിലൊക്കെ വെട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വെട്ടുന്നത് താഴെ ഭാഗം, ഷേപ്പ് ചെയ്ത ഭാഗം അങ്ങോട്ട് വെട്ടി മാറ്റുകയാണ് കേട്ടോ. ഇനി ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തു കൂടി സൈഡും ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോളും വെട്ടിയെടുക്കുകയാണ്. എന്നിട്ട് നെക്ക് വിഡ്ത്തിലും സെൻറ്ററിലും ഒരു നോച്ചിട്ട് കൊടുത്തു, ചെറിയൊരു വെട്ടിട്ട് കൊടുക്കുക. അത് നമുക്ക് തയ്ക്കാൻ നേരത്ത് ഈസി ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് പീസ് മാറ്റിയിടുക. എന്നിട്ട് ബാക്ക് പീസിൽ 2.5 ഇഞ്ച് വീതിയിലും 2.5 ഇഞ്ച് നീളത്തിലും ഒരു ബോക്സ് പോലെ ബാക്ക് നെക്ക് വരച്ച് വയ്ക്കുക. അതൊരു യു ഷേപ്പിൽ, നമുക്ക് സ്ക്വയറായിട്ട് വേണമെങ്കിൽ സ്ക്വയറായിട്ട് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ യു ആയിട്ടാണ് കേട്ടോ ചെയ്യണത്, അല്ലെങ്കിൽ ഒരു റൗണ്ട് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈഡിൽ നിന്ന് വെട്ടി മാറ്റിയ തുണി ഫോൾഡിങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ 4 പീസായിട്ടാണ് അത് ശരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്കത് മൊത്തമായിട്ട് ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് അതിൽ നിന്നാണ് സ്ലീവ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ സ്ലീവിന് നീളം കുറവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. നീളം കൂടിയതാണെങ്കിൽ ആ 4 പീസിൻ്റെ ആ ഫോൾഡിങ് വരുന്ന ആ ഭാഗത്ത് വെച്ച് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. ഇതിപ്പോൾ 5 ഇഞ്ചല്ലേ ഉള്ളൂ സ്ലീവിന് ലെങ്ത്ത്. അപ്പോൾ 5 + 1, അപ്പോൾ അത് ഇവിടെ ഈ ഭാഗത്ത് തന്നെ കിട്ടുന്നത് കൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എടുക്കുന്നത്. ഇനി ബോഡി പാർട്ട് വെട്ടിയിരിക്കുന്നതിൻ്റെ ആം ഹോള് എത്രയാണെന്ന് കർവ് ടേപ്പ് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് അളന്നെടുക്കണം. അതിൻ്റെ വീതി അനുസരിച്ചാണ് നമ്മൾ സ്ലീവിൻ്റെ വിഡ്ത്ത് തുണി എടുക്കുന്നത്. അത് ആ അളവിൽ നിന്ന് ഒരു 3 ഇഞ്ചോളം താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ഒരു കർവ് പോലെ സ്ലീവിൻ്റെ ഷേപ്പ് ചെയ്യുക. അതിനുശേഷം 5.5 ഇഞ്ചാണ് ലൂസ്. 5.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ചേർത്ത് 6.5 ഇഞ്ചിൽ നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം. ഇനി സെൻറ്ററിൽ നോച്ചിട്ട് കൊടുത്ത ശേഷം ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഒരു അല്പം ഒരു 1/4 ഇഞ്ചിൽ ഒരു 1/2 ഇഞ്ചിനും 1/4 ഇഞ്ചിനും ഇടയ്ക്കായിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വെട്ടിക്കൊടുക്കാറുണ്ട്. ഇനി പോക്കറ്റിനുള്ള തുണിയാണ് കേട്ടോ വെട്ടുന്നത്. അതൊരു 6 ഇഞ്ച് നീളത്തിലും 5 ഇഞ്ച് വീതിയിലുമാണ് എടുക്കുന്നത്. 2 പീസ് ഞാൻ എടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പോക്കറ്റ് ചെയ്യാം. ഞാനിതൊരു ഹാഫ് സർക്കിൾ പോലെയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുകളിൽ 2 പ്ലീറ്റ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ള് പൈപ്പിംഗ് വെച്ച് തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കാം. അല്ലെങ്കിൽ മുകളിൽ മാത്രം നമുക്ക് ബോർഡർ വെച്ച് തയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഓരോരുത്തരുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്
നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഫ്രണ്ട് നെക്കിനുള്ള പോർഷനാണ് എടുക്കുന്നത്. അത് പേപ്പർ സ്പ്രേയിൽ വരച്ച് വെട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്തിലും 5 ഇഞ്ച് നീളത്തിലും നെക്ക് ലെങ്ത്തിലും ഒരു ബോക്സ് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് എന്താണോ അത് വരച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഉള്ളിൽ പ്ലെയിനായിട്ടും പുറം ഭാഗം ബോർഡർ പോലെ സ്കാലപ്പ് പോലെയുമാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ രീതിയിൽ, അപ്പോൾ സ്കാലപ്പിൻ്റെ വീതി എത്ര വേണോ അതനുസരിച്ചുള്ള വീതിയിലാണ് നമ്മൾ ഈ പേപ്പർ സ്പ്രേ മടക്കേണ്ടത്. പേപ്പർ സ്പ്രേ എന്നും ക്യാൻവാസ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് മടക്കിയെടുക്കേണ്ടത്. എന്നിട്ട് അതനുസരിച്ച് ആദ്യം ഉള്ളിൽ ഷേപ്പ് വരയ്ക്കുക, അതിനുശേഷം പുറത്തത് വരയ്ക്കുക. ഞാൻ ആദ്യം വരച്ച നെക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ രണ്ടാമത് മാറ്റി വരച്ചതാണ് സ്കാലപ്പിൻ്റെ മോഡൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വരയ്ക്കാൻ ആഗ്രഹം, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു പേപ്പർ പാറ്റേണൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും കരുതിയൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അപ്പോൾ എന്താണോ മനസ്സിൽ തോന്നുന്നത് ആ രീതിയിലാണ് ചെയ്യുന്നത്. അവസാനം നല്ലൊരു ഷേപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെയാണ്, ചില സമയത്ത് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ നെക്കിൻ്റെ മോഡലൊന്നും മനസ്സിലില്ലെങ്കിൽ പെട്ടെന്ന് തോന്നുന്ന ആ ഒരു രീതിയിലായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഷേപ്പ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. ഇത് ഞാൻ ചെയ്യാറുള്ള മോഡൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ച് ലാസ്റ്റ് വെട്ടിവെച്ചത്. ഇനി ഇത് ഞാൻ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രിൻറ്റിൻ്റെ കളറ് മെറൂണാണ്. അപ്പോൾ ഏതാണ്ട് അതിന് യോജിച്ചൊരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ റെഡായിട്ടാണ് തോന്നണത്, പക്ഷെ ഒരു മെറൂൺ കളറിലൊരു തുണിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഈ ക്യാൻവാസ് അയൺ ചെയ്ത് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നെക്ക് വിഡ്ത്തും ലെങ്ത്തും സെൻറ്ററും ഒക്കെ മാർക്ക് ചെയ്ത ശേഷം സ്പ്രേ വെച്ച് കറക്റ്റാണോ എന്ന് നോക്കി ഒരു പേൾ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് വെക്കുക. അതിന് ശേഷമാണ് ഇത് അയൺ ചെയ്യണത്. അയൺ ചെയ്യുമ്പോൾ നമ്മൾ അയൺ ബോക്സ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മുകളിലേക്കും താഴേക്കും ഇങ്ങനെ വലിക്കരുത്. ഒരേ ഡിറക്ഷനിൽ തന്നെ ചെയ്തെങ്കിൽ ഇത് ശരിക്ക് ഇരിക്കുള്ളൂ. അതല്ലെങ്കിൽ ഇത് അയൺ ബോക്സിൽ പിടിച്ചിട്ട് ആ ചൂട് കൊണ്ട് ഇങ്ങനെ ചുളിഞ്ഞിങ്ങോട്ട് പോരും. അപ്പോൾ നെക്ക് വൃത്തികേടാവും. പിന്നെ നമ്മൾ രണ്ടാമത് വരച്ച് വെട്ടിയൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു വശത്തേക്ക് തന്നെ അയൺ ചെയ്യുക. സ്പ്രേയുടെ തിക്നെസ്സിനനുസരിച്ച് ആവശ്യത്തിന് മാത്രം അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ചെയ്യുക. ഇനി ഈ ഡിസൈൻ നല്ല ഭാഗത്തേക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ പതിച്ചടിക്കുന്ന ഭാഗം ക്ലിയറായിട്ട് നീറ്റായിട്ട് വേണം ഇതിൻ്റെ താഴെ ഭാഗം, അതായത് ഈ സ്കാലപ്പ് വരുന്ന ആ ഭാഗം നല്ല നീറ്റായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു തുണി സെയിം തന്നെ തുണി എടുത്തിട്ട് പതിച്ചടിച്ച് അങ്ങനെ മറിച്ചെടുക്കാവുന്നതാണ്. ഓരോ പോയിന്റിലും സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ തുണി തിരിക്കാനായിട്ട്. അതല്ലെങ്കിൽ ആ സ്കാലപ്പിൻ്റെ ആ പോയിന്റ് വരുന്ന ഭാഗം കറക്റ്റായിട്ട് കിട്ടില്ല. അത് കറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ നമുക്ക് ഈ ഡിസൈനിന് അത് ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ നല്ല ഭാഗം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മറിച്ചെടുത്തിട്ട് പതിച്ചടിക്കണം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ഈ തയ്യൽ തുമ്പ് ചെറുതായിട്ട് വെട്ടി കൊടുക്കുക. എന്നാലേ നമുക്കിത് മറിഞ്ഞ് കിട്ടുള്ളൂ. പോയിൻറ്റിലും വി പോലെ വരുന്ന ആ പോയിൻറ്റിലും കറക്റ്റായിട്ട് തയ്യലിലോട്ട് കയറാതെ വെട്ടിക്കൊടുക്കണം. എന്നിട്ടിത് മറിച്ചെടുത്ത ശേഷം ആ പോയിൻറ്റിലൊക്കെ ഓരോ സൂചി കൊണ്ട് കുത്തിയിട്ട്, അതല്ലെങ്കിൽ പെൻസിൽ ഉള്ളിലേക്ക് കയറ്റി അതിൻ്റെ ആ മുന കൊണ്ടൊന്നിങ്ങനെ തള്ളിക്കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ കൂർത്ത ഭാഗം കറക്റ്റായിട്ട് പുറത്തേക്ക് വരും. അങ്ങനെ ആ ഷേപ്പ് ക്ലിയർ ചെയ്ത് അയൺ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അയൺ ചെയ്ത ശേഷം നമുക്ക് നെക്കിൻ്റെ ആ ഭാഗം വരുന്ന ഭാഗം ഒരു ഇത് വെച്ചിട്ട് ചോക്ക് വെച്ചിട്ടോ പെൻ വെച്ചിട്ടോ നമുക്കത് ശരിക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മാത്രം വെറുതെ ഒരടിപ്പ് അടിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പോർഷനിൽ നെക്കൊക്കെ കറക്റ്റായിട്ട് ആ നോച്ചിൻ്റെ ഭാഗം തന്നെ ചേർത്ത് വെച്ചിട്ട് ഒരു പേൾ പെൻ കൊണ്ട് സെക്യൂർ ചെയ്ത ശേഷം ഇത് നമുക്ക് അടിച്ച് മറിച്ച് എടുക്കാം. അപ്പോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഇത് നെക്ക് പീസ് വെച്ച് അടിക്കുന്നത് നല്ല ഭാഗത്ത് വെച്ചിട്ട് ചീത്ത ഭാഗത്തേക്ക് മറിച്ചടിക്കുകയാണ് ചെയ്യണത്. പക്ഷേ നമുക്ക് ഈ ഡിസൈൻ വേണ്ടത് നല്ല ഭാഗത്തായത് കാരണം, ഇത് ഡിസൈനുള്ള നെക്ക് പോർഷൻ ആയത് കാരണം ഇത് ചീത്ത ഭാഗത്ത് വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ചടിക്കുക. എന്നിട്ട് ഈ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന തുണിയിലാണ്
നെക്കിൻ്റെ ഭാഗത്ത് പതിച്ചടിക്കേണ്ടത്. അതിൻ്റെ താഴെ ഭാഗത്ത്, അതായത് സ്കാലപ്പ് പോലെ വരുന്ന ഭാഗത്താണ് നല്ല ഭാഗത്ത് പതിച്ചടിക്കേണ്ടത്. ഇനി ബാക്ക് പീസിൻ്റെ നെക്കാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പം ക്രോസ് പീസ് എടുക്കുക. ഞാൻ നെക്ക് ഓൾറെഡി വെട്ടി വെച്ചിരിക്കുന്ന കാരണം സ്പ്രേ ഒന്നും ഒട്ടിച്ചിട്ടില്ല. ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസ് വെച്ച് ജോയിൻ ചെയ്തെടുത്ത ശേഷം ക്രോസ് പീസ് ബാക്ക് നെക്കിലേക്ക് അടിച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം ഇങ്ങനെ നോച്ചല്ല, വെറുതെ ഇങ്ങനെ വെട്ടിക്കൊടുത്തിട്ട് നമുക്ക് മടക്കി ചുളുക്കില്ലാണ്ട് മടക്കി വരണമല്ലോ. അതിന് ഇതിൽ കാണുന്നത് പോലെ തന്നെ വെട്ടിക്കൊടുത്ത ശേഷം ക്രോസ് പീസ് നമ്മൾ അടിച്ചിരിക്കുന്ന പീസ് പതിച്ചടിക്കുക. അത് നല്ല വശത്ത് കൊള്ളാതെ ഈ അറ്റാച്ച് ചെയ്യുന്ന ഈ ക്രോസ് പീസിൽ മാത്രമായിട്ട് പതിച്ചടിക്കുക. അതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷമാണ് പിന്നെ ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് പതിച്ചടിക്കുന്നത്. ഇത് മോൾ ഭാഗം പതിച്ചടിച്ച ശേഷം നമ്മൾ ഒന്നുകിൽ ഈ നെക്ക് ഉള്ളിലേക്ക് വെച്ച് തയ്ക്കുന്ന രീതിയിൽ അയൺ ചെയ്യാം, അതല്ലെങ്കിൽ ഒന്ന് നഖം വെച്ച് അമർത്തി തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മാറിപ്പോവാണ്ട് നമ്മൾ രണ്ടാമത് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി ഷോൾഡർ തമ്മിൽ ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യണ സമയത്ത് ഈ ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് രണ്ടിൻ്റെ ഉള്ളിലോട്ടായിരിക്കണം ഈ ഫ്രണ്ട് പീസ് ഇരിക്കേണ്ടത്. അങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം ഇത് നേരെ വെച്ചിട്ട് നമുക്ക് ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് അടിച്ചിരിക്കുന്നത് നെക്ക് ചീത്ത വശത്തേക്ക് ഉള്ളിലേക്ക് വെച്ച് അത് പതിച്ചടിക്കണം. സോറി ഗൈസ്, ഞാൻ സ്ലീവ് അടിച്ചതും സൈഡ് അടിച്ചതും പോക്കറ്റ് പിടിപ്പിച്ചതും വീഡിയോ മിസ്സായിപ്പോയി. സോറി. അപ്പം ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാൻ ചെയ്തത് ഇതിന് ശേഷം ഷോൾഡർ അടിച്ച ശേഷം സ്ലീവും കൂടി അറ്റാച്ച് ചെയ്തു. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് സൈഡ് അടിച്ചത്. പോക്കറ്റ് പിടിപ്പിച്ചത് നമ്മുടെ കൈ വരുന്നതിൻ്റെ കൈ നേരെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ പോക്കറ്റിൽ കൈയിടാൻ പാകത്തിന് ഉടുപ്പിൽ കൈ വെച്ച് നോക്കുക. അതിൻ്റെ ലെങ്ത് അനുസരിച്ച് പോക്കറ്റ് പിടിപ്പിക്കുക. അതിന് ശേഷമാണ് ഞാൻ സൈഡ് അടിച്ച് ഇത് ഫിനിഷ് ചെയ്തത്. ഇങ്ങനെയാണ് ഞാൻ നൈറ്റി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലീവിലും ബോർഡർ പിടിപ്പിച്ചിട്ടുണ്ട്, പോക്കറ്റിലും ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊരു എന്താ പറയുന്നത്, എടുത്ത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നൈറ്റിക്കൊരു എടുപ്പുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡാർക്ക് കളർ വെച്ചിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നൈറ്റി തയ്ച്ചത്. അവൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണിത്. അപ്പോൾ നെക്ക് പ്ലെയിൻ ആയിരുന്നതുകൊണ്ട് ഞാൻ ചെറിയൊരു ഹാൻഡ് എംബ്രോയ്ഡറിയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.